ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് ബേബി സീറ്റ്, കാറിലെ ബേബി സീറ്റിനെ കുറിച്ച് ഒരു വീഡിയോ ആയിട്ടാണ്. അപ്പോൾ ഞാൻ ഈ ബേബി സീറ്റിനെ കുറിച്ചും പിന്നെ അത് എങ്ങനെ ഫിറ്റ് ചെയ്യാമെന്നതിനെ കുറിച്ചുമാണ് ഇന്ന് സംസാരിക്കുന്നത്. ഇതിന്റെ ആവശ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം പുറത്തൊക്കെ ഈ ബേബി സീറ്റ് നിർബന്ധമായിട്ടും പണ്ട് മുതലേ ഉപയോഗിക്കണമായിരുന്നു. ആക്ച്വലി ഹോസ്പിറ്റലിൽ നിന്ന് നമ്മൾ ഡെലിവറി കഴിഞ്ഞ് ഡിസ്ചാർജ് ആവുമ്പോൾ ആ ജനിച്ച കുഞ്ഞിനെ വരെ ഈ ബേബി സീറ്റിന്റെ അകത്ത് വെച്ചിട്ടാണ് അവർ വീട്ടിലോട്ട് പോകുന്നത്. പക്ഷെ നമ്മുടെ നാട്ടിൽ ഇത് അത്ര പോപ്പുലർ ആയിട്ടില്ല. ഈ അടുത്ത് റൂള് വന്നു കഴിഞ്ഞു, കുട്ടികളെ കൊണ്ട് വണ്ടിയിൽ പോകുന്നുണ്ടെങ്കിൽ ഈ ബേബി സീറ്റ് ഫിറ്റ് ചെയ്തിട്ട് ബേബി സീറ്റിന്റെ ഉള്ളിൽ ഇരുത്തിയിട്ട് തന്നെ വേണം കുട്ടീനെ കൊണ്ടുപോകുന്ന നിയമം വന്നിട്ടുണ്ട്. പക്ഷെ നമ്മുടെ നാട്ടിൽ ഇപ്പോഴും അത് അത്ര അങ്ങോട്ട് പ്രാബല്യത്തിലായിട്ടില്ല. ഓക്കെ, അപ്പൊ എപ്പോഴും ജനിച്ച കുഞ്ഞിനെ ഈ സീറ്റിൽ കൊണ്ടുപോകുന്നതാണ് സേഫ്. നമ്മുടെ മടിയിൽ ഇരിക്കുന്നതല്ല. കാരണം പെട്ടെന്ന് ഒരു ബ്രേക്ക് ഒക്കെ പിടിക്കേണ്ടി വന്നു കഴിഞ്ഞാൽ നമ്മൾ കൊച്ചിനെ പിടിക്കണോ നമ്മളെ പിടിക്കണോ, കൊച്ചു നമ്മുടെ കയ്യിൽ തെറിച്ചു പോകും, അല്ലെങ്കിൽ നമ്മൾ അമർത്തി പിടിക്കുമ്പോൾ കുട്ടിക്ക് എന്തെങ്കിലും പറ്റും, ഒട്ടും സേഫ് അല്ല. ഓക്കെ, അപ്പം ഇത് മേടിക്കേണ്ടത് ഒരു അത്യാവശ്യമാണ്. അപ്പൊ ഇതിനെ കുറിച്ചൊരു അവയർനെസ് ആണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ ചെയ്യുന്നത്. അപ്പൊ ഇതെന്ന് പറയുന്നത് R4 റാബിറ്റിന്റെ ഒരു ബ്രാൻഡിന്റെ ബേബി സീറ്റ് ആണ്. 1 മുതൽ 7 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക്, ഏകദേശം 2ാം ക്ലാസ് പഠിക്കുന്നത് വരെ ഇതിന് നമുക്ക് ഉപയോഗിക്കാം. അപ്പൊ ഇതിനൊരു സേഫ്റ്റി ബെൽറ്റ് ഉണ്ട്. ഇത് കുട്ടിയുടെ കൈ അതിൽ കൂടെ പുറത്തിട്ടിട്ട് അതിൻ്റെ ഉള്ളിൽ ഇരുത്തിയിട്ട് ഇവിടെ ഒരു സീറ്റ് ബെൽറ്റ് കാണാം. ഓക്കെ, ഈ സാധനം വെച്ചിട്ടാണ് നമ്മൾ ലോക്ക് ചെയ്യും കുട്ടീനെ. കാല് ഇതിൻ്റെ ഉള്ളിൽ കൂടെ എടുത്തിട്ടിട്ട് നമ്മൾ കുട്ടീനെ നടുക്കോടെ ഈ സാധനം ഇതിങ്ങും. അപ്പൊ ഇത് വന്നിട്ട് കുട്ടീനെ മേത്തേക്കൊന്നും അടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ ഒരു പാഡ് പോലെ ഒരു സാധനം വെച്ചിട്ടുണ്ട്. അപ്പൊ നല്ല സോഫ്റ്റ് ആയിട്ട് അവിടെ ഇരുന്നോളൂ. അവർക്ക് ഇതിന്റെ സാധനം കൊണ്ടിട്ടൊന്നും ഒരു പ്രോബ്ലം വരില്ല. ഇതാണ്. പിന്നെ ഇത് നമുക്ക് 3 പൊസിഷനിലാണ് ചെയ്യാനുള്ളത്. നമുക്ക് 0 മുതൽ 10 kg വരെയുള്ള കുട്ടികളെ നമ്മൾ റിയർ ഫേസിംഗ് ആണ്. കാറിന്റെ ബാക്ക് സീറ്റിൽ മാത്രമാണ് ഇത് ഘടിപ്പിക്കാൻ പാടുള്ളൂ. റിയർ ഫേസിംഗ് ആയിട്ട് ചെയ്യണം. റിയർ ഫേസിംഗ് എന്ന് പറഞ്ഞാൽ ബാക്കിലോട്ടായിരിക്കും. നമ്മുടെ ഡ്രൈവിംഗ് സീറ്റിന്റെ ബാക്കിൽ നിന്ന് ബാക്കിലോട്ട് ഫേസ് ചെയ്തിട്ടായിരിക്കും ഇത് ഫിറ്റ് ചെയ്യുന്നത്. 0 മുതൽ 10 kg വരെയുള്ള കുട്ടികൾ അങ്ങനെ മാത്രമേ നമ്മൾ ഇരുത്താൻ പാടുള്ളൂ. പിന്നെ 9 to 15 kg ആ കാറ്റഗറിയിലുള്ള കുട്ടികളെ നമുക്ക് അവിടെ നിന്ന് തുടങ്ങി നമുക്ക് ഫ്രണ്ട് ഫേസിംഗ് ആക്കാം. ആ ഫ്രണ്ട് ഫേസിംഗിൽ തന്നെ നമുക്ക് 2 പൊസിഷൻ ഉണ്ട് ഈ സംഭവത്തിന്. അപ്പൊ അതില് ഒരു പൊസിഷൻ എന്ന് പറയുന്നത് കുറച്ചുകൂടി ചാരി നല്ല റിലാക്സ് ചെയ്തിരിക്കാവുന്ന ഒരു പൊസിഷനാണ്. അതെന്ന് പറയുന്നത് 9 to 18 kg ഉള്ള കുട്ടികൾക്കാണ് ഇരുത്താൻ പറ്റുക. പിന്നെ അടുത്ത കാറ്റഗറി എന്ന് പറയുന്നത് 15 to 25 kg ഉള്ള കുട്ടികളെ, അതാണ് 3rd കാറ്റഗറി. അവർക്ക് കുറച്ചുകൂടെ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഒരു പൊസിഷനാണ്. അപ്പൊ ഈ പൊസിഷൻ മാറ്റുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഇതിന്റെ അടിയിൽ ഒരു റെഡ് കളറിൽ, ഇപ്പൊ ഞാൻ തൊട്ട് കാണിച്ചിട്ടുണ്ട്, റെഡ് കളറിൽ ഒരു സാധനം ഉണ്ട്. ആ സംഭവം വെച്ച് അതൊന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ സാധനം വലിച്ചാൽ ഇങ്ങനെ നമുക്ക് ഇതിന്റെ ഇൻക്ലിനേഷൻ മാറ്റാം, ചെരിവ് മാറ്റാൻ പറ്റും. നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതാണ് സ്ട്രെയിറ്റ്. അതായത് ഇവിടെ കുട്ടികളെ ഇടാനായിട്ടുള്ള ബെൽറ്റ് ആണ് ഈ കാണുന്നത്. അപ്പൊ ഇത് നമുക്ക് കുട്ടികളെ ഇരുത്തിയിട്ട് അതിന്റെ ഇതനുസരിച്ച് നമുക്ക് ടൈറ്റ് ചെയ്യും ലൂസ് ചെയ്യും ചെയ്യാം. അപ്പൊ ഇതിന്റെ മുകളിൽ പൊക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിന്റെ താഴെ ഇവിടെ ഒരു പാഡ് കാണാം. അവിടെ പ്രസ് എന്ന് എഴുതിയിട്ടുണ്ട്. ആ പ്രസ് ചെയ്തിട്ട് ഈ ഒരു സ്ട്രിങ് ഇങ്ങോട്ട് വലിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കാണാം സീറ്റ് ടൈറ്റ് ആവും. ഓക്കെ, അപ്പൊ കുട്ടികളെ ഇരുത്തിയിട്ട് അങ്ങനെ ടൈറ്റ് ചെയ്യാം. അതുപോലെ ഇത് ലൂസ് ആക്കാനാണെങ്കിലും നമുക്ക് ഇവിടെ തന്നെ പ്രസ് ചെയ്തിട്ട് ഇങ്ങനെ വലിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ലൂസായിട്ട് നമുക്ക് കിട്ടും. ഞാനിത് വണ്ടിയിൽ കണക്ട് ചെയ്തിട്ട് നമുക്ക് കാണിച്ചു തരാം. അപ്പൊ വീഡിയോയിലേക്ക് പോവാം.
ഫോർവേഡ് 1 പൊസിഷനാണ്, 15 to 25 kg. അപ്പോൾ ഇപ്പം ഇരിക്കുന്നത് ഫോർവേഡ് 2ലാണ് ഇരിക്കണേ. അപ്പോൾ അത് നമ്മൾ ഫോർവേഡ് 1ലേക്ക് ആക്കാൻ ഫ്രണ്ടിൽ നോക്കി പിടിച്ച് ഫോർവേഡ് 1ൽ ആയിട്ടുണ്ട്. ഫോർവേഡ് 1 ഏരോ ഫോർവേഡ് 1ലാണ് വെച്ചു. പിന്നെ ഇത് വയ്ക്കുമ്പോൾ ഫോർവേഡ് 1 എന്ന് പറഞ്ഞാൽ 15-25 ആയതുകൊണ്ട് അത്യാവശ്യം പിള്ളേരൊക്കെ വലുതായി ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ആവശ്യങ്ങളില്ല. ഈ പീസ് മൊത്തം നമുക്ക് എടുത്ത് മാറ്റാൻ പറ്റും. എന്നിട്ട് നമ്മൾ സാധാരണ സീറ്റ് ബെൽറ്റ് ഇടുന്ന മാതിരിയാണ് നമ്മൾ ഫോർവേഡ് 1ൽ ഇടുന്നത്. നമ്മൾ ബെൽറ്റ് കൊച്ചിലിരുത്തി അല്ലെങ്കിൽ പിള്ളേരെ ഇരുത്തിയതിന് ശേഷം നമ്മൾ മാക്സിമം ആക്കി ഇതിൻ്റെ ഇടയിൽ കൂടെ മോളിൽ നിന്ന് വലിക്കുന്നത് നമ്മൾ ഇതിൻ്റെ ഇടയിൽ തന്നെ ലോക്ക് ചെയ്തു. ഇതാണെങ്കിൽ ഇവിടെ ഇടയിൽ കൂടെ എടുത്തു അപ്പുറത്തേക്ക് വെക്കണം. നമ്മൾ എടുത്തിട്ട് സാധാരണ നമ്മൾ ആൾക്കാർ സീറ്റ് ബെൽറ്റ് ഇടുന്ന മാതിരി ഇതിൽ ലോക്ക് ചെയ്യുക. ലോക്ക് ചെയ്ത് ഇതിൻ്റെ ഇടയിൽ കൂടെ ഇത് രണ്ടും കയറ്റിയിടാം. അപ്പോൾ മൂന്നാമത്തെ പൊസിഷനാകും ഇത്ര ഉള്ളൂ. എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ ടൈറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതാണ് ഫോർവേഡ് 1 പൊസിഷൻ, 15 to 25. പിന്നെ ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ ലോക്ക് ചെയ്യണത് ഇതൊരു 5 point സേഫ്റ്റി ഫീച്ചറുള്ള ഒരു ഇതാണ്. അപ്പോൾ നമ്മൾ ഇതിങ്ങനെ വെച്ച് കറക്റ്റാക്കി വെച്ചതിന് ശേഷം ഇതിൽ നമ്മൾ കയറ്റാണ്. അപ്പോൾ ലോക്ക് ആയി കഴിഞ്ഞൊരു സൗണ്ട് കേൾക്കാം. ഇതിനെ വെച്ച് ലോക്ക് ചെയ്തതിന് ശേഷം ഇവിടെ ഞെക്കിയിട്ട് പ്രസ് ചെയ്ത് വലിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ലോക്കായി കുട്ടിയുടെ സേഫ്റ്റി ആയിട്ട് ഇരുന്നോളും. അത്രേ ഉള്ളൂ നമ്മുടെ 3 പൊസിഷൻസ്.